ഹലോ, വെൽക്കം ടീച്ചേഴ്സ് PSC. നിങ്ങൾ ഇന്നലെ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ്സ് ആണ്. ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് ഡൽഹി അറ്റ് ന്യൂഡൽഹി, CM നമ്പർ 39028 ഓഫ് 2025, കണ്ടോ കേസ് 280/225 എന്നൊരു കോർട്ട് ഓർഡറും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റേണൽ നോട്ടീസ് ആണ് ഇന്നലെ ഔട്ട് ആയിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇതിനു വേണ്ടി അധികം സമയം നിങ്ങൾ ചെലവഴിക്കേണ്ട ആവശ്യമില്ല, 5 മിനിറ്റിൽ നമുക്ക് തീർക്കാം ഇത്. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഇതിന്റെ സാരാംശം എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. സാരാംശം ഇത്രയേ ഉള്ളൂ. അതായത് 2025 KVS NVS ഉടൻ തന്നെ KVS NVS കേന്ദ്രീയ വിദ്യാലയ സംഘടന നവോദയ വിദ്യാലയ സംഘടനയുടെ വേക്കൻസീസ് ഉടൻ തന്നെ വിളിക്കും. നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. ഓക്കെ, അതാണ് ഇതിലുള്ള സാക്ഷര രൂപം എന്ന് പറയുന്നത്. അത് എന്തൊക്കെയാണ് വരുന്നത്, ഏതെല്ലാം ടീച്ചിങ് നോൺ ടീച്ചിങ്, അത് ഏതെല്ലാം തരത്തിലാണ്, എത്രത്തോളം വേക്കൻസീസ് ഉണ്ട്, ഏതിന് ഇടയിൽ വിളിക്കും, EMRSുമായിട്ട് എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് പറയാനുള്ളത്. അപ്പൊ അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് പറയട്ടെ, നമ്മൾ ഓൾറെഡി നമ്മുടെ EMRS വിളിച്ചു കഴിഞ്ഞു. EMRSന്റെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒക്ടോബർ 23 ആണ് ലാസ്റ്റ് ഡേറ്റ്. ഒക്ടോബർ 23 ലാസ്റ്റ് ഡേറ്റ്. അയച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിനുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളും അതിന്റെ ക്വാളിഫിക്കേഷൻസും സബ്ജക്ട് കോമ്പിനേഷൻസും എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ EMRS ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിന്റെ KVSന്റെയും EMRSന്റെയും NVSന്റെയും AESന്റെയും D+P ഇപ്പം PRT TGT വിളിച്ചിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് അപ്ലൈ ആവശ്യമുള്ളവരും അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാ കോഴ്സുകൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ, അതായത് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ, നോട്ട്സുകൾ, PYQs എല്ലാം വെച്ചിട്ടുള്ള ഇവിടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓക്കെ, അപ്പൊ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷന്റെ കാര്യങ്ങളെ കുറിച്ച് 77 36 75 04 73 പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരായാവുന്നതാണ്. ഓക്കെ ഓക്കെ, ബാക്കി നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പൊ എന്താണ് ഈ ഒരു വീഡിയോ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ, ഈ ഒരു നോട്ടീസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇനി വിളിക്കാൻ പോകുന്ന 2025 വിളിക്കാൻ പോകുന്ന KVSും NVS, KVS ആൻഡ് KVS കേന്ദ്രീയ വിദ്യാലയ സംഘടന നവോദയ വിദ്യാലയ സമിതി, ഇത് രണ്ടും കൂടി ജോയിന്റ് ആയിട്ട് ഒരുമിച്ച് വിളിക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരുമിച്ച് വിളിക്കാൻ പോവുകയാണ്. ഓക്കെ, ജോയിന്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ വിളിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ടീച്ചിങ് നോൺ ടീച്ചിങ്, അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, 3 കാറ്റഗറിയാണ് വിളിക്കാം. ടീച്ചിങ് പോസ്റ്റ്, നോൺ ടീച്ചിങ് പോസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോസ്റ്റ്, ഇത്രയും പോസ്റ്റുകളാണ് വിളിക്കാൻ പോകുന്നത്. അത് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് submitted that the notification for the recruitment of various teaching and non-teaching posts, including that the special educators TGT PRTP is expected to be published at any time soon. Anytime soon എന്ന് വെച്ചാൽ October 15 to October last. ഓക്കെ, October 15 to October last, ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ KVS NVS നോട്ടിഫിക്കേഷൻ വിളിക്കാം. അപ്പൊ KVSന്റെയും NVSന്റെയും അതേ പാറ്റേൺ റെഗുലേഷൻസ് എല്ലാം പിന്തുടരുന്നതാണ് EMRSും. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇപ്പൊ വിളിക്കാൻ പോകുന്ന എനി ടൈം വിളിക്കാൻ പോകുന്ന ഈ ഒക്ടോബർ മാസത്തിൽ വിളിക്കാൻ പോകുന്ന KVS NVSന്റെ എക്സാം പാറ്റേണും EMRSന്റെ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും. ടയർ 2 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക്, ടയർ 1 ടയർ 2 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരും. അപ്പൊ നമ്മൾ ഇതേ ബേസിൽ തന്നെയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ EMRS അതേ ലെവലിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതായത് നമ്മൾ EMRS പഠിച്ച് സെറ്റ് ആകുമ്പോഴേക്കും, ഏകദേശം സെറ്റ് ആകുമ്പോഴേക്കും KVNV വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ പഠിക്കാൻ കാണത്തില്ല. നമുക്ക് അതൊന്ന് റിപ്പീറ്റ് കൊടുത്താൽ മതി. ആ ഒരു സാവകാശം നമുക്ക് ലഭിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ പ്രിപ്പറേഷൻസുകൾ ആരംഭിക്കുക. ഓക്കെ, മൊത്തത്തിൽ ഇത് രണ്ടും കൂടി ചേർത്ത് വിളിക്കുമ്പോഴത്തേക്ക് സാധാരണയായിട്ട് ഏകദേശം ഒരു 10,000 മുകളിൽ 10,000 എബോ വേക്കൻസീസ് ഈ KVSനും NVSനും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഈ വേക്കൻസീസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഒക്ടോബർ മാസം തന്നെ വേക്കൻസീസ് ഉണ്ടാവും. അത് നമ്മുടെ EMRSന്റെ നോംസ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും. ഒരിക്കലും മാറ്റാൻ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പം എന്തായാലും പ്രിപ്പറേഷൻസ് ആരംഭിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിച്ചോളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ അഡ്മിഷനെ കുറിച്ചോ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട 77 36 75 04 73 പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് നിങ്ങൾ അറിയിക്കാനുണ്ടായിരുന്നത്. നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയും കൂടിയാണിത്. അത് പഠനം തുടരുന്നവർ നന്നായി തുടരുകയും തുടരാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും. ഓക്കെ, നമുക്ക് ഈ വർഷം 2026 വരാൻ പോകുന്ന വർഷം മെയ് ജൂണോട് കൂടി നമുക്കൊരു KV ടീച്ചറോ NV ടീച്ചറോ EMRSലെ ടീച്ചറോ ഒക്കെ TGT PG നോൺ ടീച്ചിങ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് മാറുവാനായിട്ട് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത്ര കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ പരമാവധി ഇത്തരത്തിലുള്ള വീഡിയോസിന് ലൈക്കും ഷെയറും കമന്റ്സും ഒക്കെ കൊടുക്കണം കേട്ടോ. കാരണം കൂടുതൽ പേരിലേക്ക് എത്തട്ടെ, അറിയാത്തവരിലേക്ക് ഇതൊക്കെ എത്തട്ടെ കേട്ടോ. ഓക്കെ, അത്രയുള്ള അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം ഒന്നുകൂടെ ഞാൻ പറയുന്നു, KVS NVS ഉടൻ തന്നെ വിളിക്കുന്നതായിരിക്കും. ഞാൻ വായിച്ചു പറഞ്ഞു തരാത്തത് എല്ലാവരും അറിഞ്ഞിട്ടുള്ളവരാണ്. ലാസ്റ്റ് സെന്റൻസ് ഞാൻ വായിച്ചത് എന്താണ്, അറ്റ് എനി ടൈം സൂൺ. ഓക്കെ, ഇതൊരു ഇന്റേണൽ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ്. വെരിഫൈഡ് ഓൺ ദിസ് 13th day of October, New Delhi, that the content of the above affidavit are true to the best of my knowledge and belief based on records believed might to be true and nothing materials
നത്തിങ് മെറ്റീരിയൽസ് ഹാസ് ബീൻ കൺസീൽഡ് ദെയർ ഫോംസ് ഡിപെൻഡന്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഒറിജിനൽ ലെറ്റേഴ്സ് തന്നെയാണ്. അപ്പൊ എന്തായാലും കാത്തിരുന്നോളൂ, എത്രയും പെട്ടെന്ന് കാത്തിരുന്നോളൂ. ഈ കാര്യമാണ് എക്സ്പെക്ടഡ് ഈസ് ടു ബി പബ്ലിഷ്ഡ് അറ്റ് എനി ടൈം സൂൺ. ഓക്കെ, അപ്പോൾ ഒക്ടോബർ 15-നും ഒക്ടോബർ ലാസ്റ്റിനും ഇടയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വേക്കൻസി നോട്ടിഫിക്കേഷൻ കാണാം. അപ്പം EMRS ജോയിൻ ചെയ്തിട്ടുള്ളവർ അവരുടെ പഠനം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് തന്നെ തീർച്ചയായിട്ടും നമുക്ക് EMRS അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ. പിന്നെ KVS NVS KVS വരുമ്പോൾ അതിൽ PRT കൂടെ ഉൾപ്പെടും. ഓക്കെ, KVS PRT കൂടെ ഉൾപ്പെടും. NVS PRT ഇല്ല, TGT PGT മാത്രമേ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, മൊത്തത്തിൽ ഒരു 10,000-ന് മുകളിലേക്ക് വേക്കൻസീസ് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്, വേറെ തന്നെ പറയില്ല. അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.